ഹലോ ഗായ്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ഗെയിം പ്ലേ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ മുമ്പത്തെ വട്ടം ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു മിനിമിലിറ്റി ആണ് ഗൈസ്. അപ്പോൾ നമുക്ക് ഇപ്രാവശ്യം ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യ നമുക്കൊന്ന് ട്രൈ ചെയ്യാം. ഇത് മാലിയോടെ ഒരു ഗെയിമാണ് ഗൈസ്. ഇതിപ്പോൾ ഞാൻ കയറ്റിയിട്ട് കുറച്ച് നാളായി, പക്ഷെ ഇതുവരെ കളിച്ചിട്ടില്ല. പക്ഷേ ഒരു ബസ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്, ഒരു മോഡ്. ആ ബസ്സിൻ്റെ പേര് ബസ്സിൻ്റെ ഈ വ്യൂ ആണ് ഈ കാണുന്നത്. ഞാൻ എല്ലാ ഭാഗവും നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. ബസ്സിൻ്റെ പേര് നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല, ഞാൻ പറഞ്ഞു തരാം. ട്രാവൽ ബൈ ടെക്സ് ആണ് ഈ ബസ്സിൻ്റെ പേര്. ഒരു സൂപ്പർ ബസ് തന്നെയാണ് ഗൈസ്. മറ്റേ മുമ്പിലൊരു ഹാക്കറിൻ്റെ മാസ്ക് ഒക്കെ വെച്ചിട്ട് സൂപ്പറാണ്. ബസ്സിൻ്റെ പേരെന്ന് പറയുന്നത് ട്രാവൽ ബൈ ടെക്സ് എന്നാണ്. നമുക്ക് ഇവിടെ വായിക്കാൻ സാധിക്കും. എനിക്കറിയില്ല നമ്മുടെ സബ്സ്ക്രൈബറായ എത്ര പേർക്ക് ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യ ഇഷ്ടമുണ്ടെന്ന്. അപ്പോൾ ഇഷ്ടമുള്ളവർ ഇത് ഫുള്ള് കാണാൻ ശ്രമിക്കുക. കാരണം എൻ്റെ വാച്ചേഴ്സ് എനിക്ക് ഭയങ്കര കുറവാണ്. അതൊന്ന് നിങ്ങളൊന്ന് കൂട്ടിത്തരണം. നിങ്ങൾ കണ്ടാൽ മാത്രമേ എനിക്ക് കൂടുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ മൊത്തമായി കാണാൻ ശ്രമിക്കുക. പിന്നെ ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കമൻ്റ് ഇട്ടാൽ മതി. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ കൂടുതൽ വീഡിയോസായി ഞാൻ ഇനിയും വരും. എനിക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ഗെയിം പ്ലേ വീഡിയോസ് ഇടാനാണ്. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ഗെയിം പ്ലേ ഇഷ്ടമാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്താൽ ഞാനിത് എല്ലാ ഗെയിം പ്ലേ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ സഹിതം ലഭിക്കുന്നതാണ്. ഇതിൽ കുറേ മോഡുകളൊക്കെ ഉണ്ട് ഗൈസ്. ഫ്രീ മോഡ്, കരിയർ മോഡ്, ടൂർ മോഡ്, മൾട്ടിപ്ലെയർ മോഡ്, അങ്ങനെ കുറേ മോഡുകളുണ്ട്. ഫ്രീ മോഡ് കണ്ടോ, പിന്നെ കരിയർ മോഡുണ്ട്. നമ്മളിപ്പോൾ ഫ്രീ മോഡാണ് കളിക്കുന്നത്. നമുക്കിപ്പോൾ ഫ്രീ മോഡ് കളിക്കാം. ഞാനിപ്പോൾ മുമ്പ് ഒരു കളി കളിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇതാണ് ഇപ്പോൾ ഇവിടെ ഇൻ്റർഫേസ് ആയി കാണിക്കുന്നത്. ഞാനിവിടെ റീസ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് മാപ്പ് സെലക്ട് ചെയ്യാം. ഇവിടെ ഇത്ര മാപ്പാണുള്ളത്. ഈ ഗ്രീൻ കളർ കാണിക്കുന്ന മാപ്പാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ നമുക്ക് സ്ഥലം സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഞാൻ ചെറിയൊരു ഡിസ്റ്റൻസ് ആണ് സെലക്ട് ചെയ്യുന്നത്. ഇതന്നെ നല്ല ഡിസ്റ്റൻസ് ഉണ്ട്. ഡെസ്റ്റിനേഷൻ സിറ്റി ജക്കാർത്തയും ഒറിജിൻ സിറ്റി എന്നൊരു പേരാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ തന്നെ ഒരു ആഡ് നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ ഗെയിം പ്ലേ ലോഡായിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് ഗെയിം പ്ലേ ഒന്ന് ലോഡായി കിട്ടണം. അപ്പോൾ ഗൈസ്, നമ്മുടെ വണ്ടി ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓടിച്ചു തുടങ്ങാം. പിന്നെ നമുക്ക് ഓടിക്കാം. വണ്ടി എടുത്ത് നമ്മൾ നമുക്ക് ഇതിൻ്റെ ക്യാമറ മോഡ് ഓൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് പോവാം. ഇപ്പം എങ്ങടെ പോകണമെന്നൊന്നും എനിക്കറിയില്ല. ജക്കാർത്ത എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് അവിടേക്ക് തന്നെ പോവാം. അവിടേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. വണ്ടി ഓടിക്കാൻ അത്രയ്ക്കൊന്നും അറിയില്ല, അതുകൊണ്ട് നിങ്ങളൊന്ന് സഹകരിക്കണം. അവിടെ ഞാൻ വണ്ടി നിർത്തിയിട്ടിരിക്കുകയാണ്. നിങ്ങളൊക്കെ പ്രോ ആയിരിക്കും സിമുലേറ്ററിൽ, പക്ഷേ എനിക്ക് അത്ര പ്രോനെസ് ഒന്നുമില്ല. വണ്ടി ഉണ്ടെന്ന് വിചാരിച്ച് എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയുമൊന്നുമില്ല. വണ്ടി ഇടിച്ചിടിച്ചാണ് പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ ഫ്രീ മോഡാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇതിൻ്റെ ഗ്രാഫിക്സ് ഒരു രക്ഷയില്ല ഗൈസ്. സീനി ഗ്രാഫിക്സ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഇതിൻ്റെ ഗ്രാഫിക്സ്. ഇപ്പോൾ ഒരു വണ്ടി ഇടിച്ചു പോയി വണ്ടി ഇടിച്ചു. വണ്ടി ഇടിക്കലൊക്കെ നമുക്ക് സാധാരണയാണ്. കാരണം നിങ്ങൾ വണ്ടി ഇടിച്ചാണ് പ്രാക്ടീസ് അയക്കുന്നത്. മിനിറ്റിയുടെ പോലെ അത്ര വഴക്കമില്ല ഈ ഒരു കളി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇത്രയ്ക്കൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. വണ്ടി നമുക്ക് ഇടിക്കാം. ആ വണ്ടി ഇടിക്കുന്നത് പേടിച്ചിട്ടാണെന്നുണ്ട് നമ്മുടെ വിഷ്വല് മാറ്റിയിട്ടുണ്ട്. മുമ്പിലത്തെ എല്ലാ കാര്യങ്ങളും കാണാൻ വേണ്ടിയിട്ട്. ഈ വിഷ്വല് കുഴപ്പമില്ലെന്ന് വെച്ചാൽ ഇടിക്കില്ല എന്നല്ല, വണ്ടിയൊക്കെ ഇടിക്കും, പക്ഷേ കുഴപ്പമില്ല. അപ്പോൾ സ്പീഡിൽ പോകാം. ബസ്സുകാരൻ്റെ കഥ അധോഗതി. അയാൾ വെറുതെ അവിടെ ഇരിക്കുന്നേ ഉള്ളൂ, നമ്മളാണ് വണ്ടി ഓടിക്കുന്നത്. അത് സെറ്റ് കളിയാണ്. ഇനി നമുക്ക് ആൾക്കാരൊക്കെ മാറ്റണം. അത് നമ്മുടെ മുമ്പിലുള്ള
അതിൻ്റെ വണ്ടി ഇടിച്ചിട്ടുണ്ട്. ലോഡിംഗ് മാപ്പ് എന്ന് പറഞ്ഞു. ഏടൊന്ന് കഴിഞ്ഞു കിട്ടണം. ആഡ് കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ ഒരു അടുത്ത മാപ്പ് ലോഡായിക്കൊണ്ടിരിക്കുകയാണ്. ലോഡായി കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ ഗൈസ് നമ്മുടെ ആഡും കഴിഞ്ഞ് ലോഡായി കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത മാപ്പാണ് ലോഡായിരിക്കുന്നത്. അപ്പുറത്തെ സ്ഥലത്തേക്ക് ബൗണ്ടറി കടന്നിരിക്കുന്നു എന്നാണ് മാപ്പ് ലോഡാണതിൻ്റെ അർത്ഥം എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്കറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. പിന്നെ നമുക്ക് ഇനി മിനിമൽറ്റി ഗെയിം പ്ലേ ആണ് അടുത്തത് എന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. കൂടുതൽ മിനിമൽറ്റിയാണ് എനിക്ക് പരിചയം. പിന്നെ ഫ്രീ ഫയർ മുമ്പാണ് കളിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഞാൻ കളിച്ച് മടുത്തു. ഫ്രീ ഫയർ പറച്ചിൽ മാത്രമേ കളിക്കാറൊന്നുമില്ല. ഇപ്പോൾ ഈ സ്പീഡിലും കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഫുഡൊക്കെ കഴിക്കാൻ ചിക്കൻ ഹോട്ടലിലൊക്കെ കയറുന്നുണ്ട്. അതൊക്കെ നമുക്ക് കുറച്ചൊക്കെ കയറാം. നമുക്ക് സ്പീഡിൽ വണ്ടി വിടാം. എവിടേക്കാണ് പോണേന്നൊന്നും ഒരു ഇതുമില്ല. ഗൈസ് മഴ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് വൈപ്പറൊക്കെ ഇടണം. വൈപ്പർ ഇട്ടു ഗൈസ്. മഴയൊക്കെ പെയ്ത റോഡിലുള്ള വെള്ളത്തിൻ്റെ എഫക്റ്റ് സൂപ്പറാണ് ഗൈസ്. ഇത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത എഫക്റ്റാണ് ഇതിലുള്ള മഴയുടെ എഫക്റ്റ് ഒക്കെ. സെറ്റ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ സെറ്റ് എഫക്റ്റ് സീനി. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ജക്കാർട്ടേക്കാണ്. ഞാൻ ഈ പേരിൻ്റെ എവിടെയും കേട്ടിട്ടില്ല. ഇവിടെ ഈ വണ്ടിയിൽ തന്നെ ഒരു യേശു ക്രിസ്തുവിൻ്റെ എന്തോ സാധനം തൂക്കിയിട്ടുണ്ട്. പള്ളിക്കാരുടെ വണ്ടി എന്തോന്നുണ്ട് ഗൈസ്. ക്രിസ്ത്യൻസിൻ്റെ വണ്ടി. അപ്പോൾ നമ്മൾ പോണ സ്ഥലം ജക്കാർത്ത. ഞാനിപ്പോൾ എത്രാമത്തെ വട്ടാണ് ജക്കാർത്ത എന്ന് പറയുന്നത് ഗൈസ്. വണ്ടി ഇടിച്ച് ഇനി ഫുള്ള് വണ്ടി ഇടിയാണ് ഗൈസ്. ഇടിച്ച് നമ്മൾ മൂപ്പാളാകും. നമുക്ക് വണ്ടി ഓടിക്കറിയില്ല. അങ്ങനെ കളിക്കണം. മുമ്പിൽ കയറാം. അയ്യോ വണ്ടി മേടിച്ച് കയറിയിട്ടുണ്ട്. അയ്യോ എന്താണ് ഉണ്ടായി ഗൈസ്. വണ്ടി തല കുത്തനെ മറിഞ്ഞു വീണു. ചിരി വരുന്നുണ്ട് ഗൈസ്. എന്തൊക്കെയോ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ വണ്ടിയുടെ സ്പീഡ് കുറഞ്ഞു. എന്താണ് സ്പീഡ് കുറഞ്ഞത്? എല്ലാ കല്ലെങ്ങനും പറ്റിപ്പിടിച്ചിട്ടുണ്ടാണാവോ? നമുക്ക് നോക്കാം. എങ്ങനെയാണ് നമുക്ക് അറിയണ്ടേ? ഇതെന്താണ് വണ്ടി ഒച്ചു നീങ്ങണ പോലെ നീങ്ങണ്. ഗൈസ് നമുക്ക് വണ്ടി നിർത്തിയിട്ടൊന്നു. ഓ മറ്റേ നമ്മൾ ഇടിച്ച വണ്ടി പിന്നില് കയറി നിൽക്കുകയാണ് ഗൈസ്. അതാണ് നമ്മുടെ സംഭവം. നമ്മളൊന്ന് ഡാഷ് ബോർഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു ആഡ് വീണ്ടും ലോഡായി. 2 ആഡ് ഗൈസ്. 24 എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആഡ് എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റി കിട്ടണം. ആഡ് മാറിക്കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ വണ്ടിയൊക്കെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. മറ്റേ പോലീസുകാരൻ്റെ വണ്ടി ഇതായി എടുക്കുന്നു. ഇനി നമുക്കൊരു ഹോട്ടലിൽ കയറണം ഗൈസ്. ചിക്കൻ്റെ ഹോട്ടൽ എടുക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ നമുക്ക് പെട്രോളൊക്കെ അടിക്കണം. പക്ഷെ കാശില്ല. പെട്രോൾ ചെയ്യാൻ കാശ് വേണം. പക്ഷേ എൻ്റെ കയ്യിൽ കാശില്ല. അതുകൊണ്ട് ഞാൻ പെട്രോൾ അടിക്കണ സ്ഥലം നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അല്ലാണ്ട് പൈസ ഇല്ലാണ്ട് എനിക്ക് പോകാനൊന്നും അത്ര വലിയ ഇതില്ല. നമ്മൾ വണ്ടി അടിച്ചു. മുമ്പിലൊരു മരത്തിൻ്റെ വണ്ടി നിൽക്കുന്നുണ്ട്. മരത്തിൻ്റെ വണ്ടിയാണ് ഗൈസ്. പിന്നിലേതോ ആളുടെ മോൻ്റെയൊക്കെ വെച്ചിട്ടൊരു മരത്തിൻ്റെ വണ്ടി നിൽക്കുന്നുണ്ട്. അവിടെ സിഗ്നൽ റെഡായിട്ട് കിടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഒക്കെ സ്പീഡിൽ നമുക്ക് വിടാം. വേഗം ഇയാളെന്താ പോവാത്ത്? ആ വണ്ടികളൊക്കെ പോയി റെഡ് സിഗ്നലിൽ ഗ്രീൻ സിഗ്നലിൽ ഇയാൾക്ക് എന്താ പ്രാന്തായ?
പ്രാന്തായി അയാൾക്ക്. ഹോട്ടൽ എന്താണോ അത് ഇവിടെ എടുത്തുണ്ടെന്നാണ് പറഞ്ഞത്. ചിക്കൻ തന്തൂരി ഹോട്ടൽ അങ്ങനെ എന്താ പറഞ്ഞിട്ട്. പക്ഷെ ഇന്ന് പൂട്ടിയേക്കാണോ പൂട്ടിയിട്ടില്ലെന്നൊന്നും അറിയില്ല. പൂട്ടിയേക്കാണോ നമ്മൾക്ക് മോയായിട്ട് ഇങ്ങോട്ട് വരാം. ചിക്കൻ ഹോട്ടൽ എന്നാണ് പറഞ്ഞത്. നമുക്ക് എവിടെയെങ്കിലും സ്റ്റോപ്പ് ചെയ്തിട്ട് നമുക്ക് നോക്കി നോക്കാം. ചിക്കൻ ഹോട്ടൽ ഇവിടെ ചിക്കൻ ഹോട്ടൽ ഇതാന്ന് തോന്നുന്നു. ചിക്കൻ ഹോട്ടൽ നമുക്കിപ്പോ ഇറങ്ങിയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. ഞാൻ ഇറങ്ങിയപ്പോൾ തൊട്ട് മഴയും അങ്ങോട്ട് പോയിട്ടിരിക്കുകയാണ് ഗൈസ്. ഹോട്ടൽ എന്താണ് അടച്ചിട്ടിരിക്കുകയാണ് ഗൈസ്. ഹോട്ടൽ അടച്ചിട്ടിരിക്കുകയാണ്. മഴയായി. ഇപ്പുറത്തൊന്നും വാതിൽ കാണാനില്ല. വാതിലില്ലാത്തതുകൊണ്ട് നമുക്ക് പോയമയായി തിരിച്ചു പോകാം ഗൈസ്. നമുക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചു പോകാം. എപ്പോഴെങ്കിലും ഒക്കെ തിരിച്ചു പോകണം. എന്താ വണ്ടി നീങ്ങുന്നില്ലല്ലോ. ഈ വണ്ടി എന്താണ് നീങ്ങാത്തത്? വണ്ടിയൊന്നും നീങ്ങുന്നില്ല. എന്താ വണ്ടി നീങ്ങാത്തത്? അയ്യോ, നമ്മൾ എമർജൻസി ബ്രേക്ക് ഓൺ ആക്കിയിട്ടിരിക്കുന്നുണ്ട്. അത് ഓഫാക്കി നമ്മൾ. ഇനി വണ്ടി എടുത്താൽ നീങ്ങും. അയ്യോ, വണ്ടി പിടിച്ചു കയറിയിട്ടുണ്ട്. അടുത്ത ഇടി കഴിഞ്ഞു. ആ ചെടികൾക്ക് വല്ലതും പറ്റിയാണാവോ? എൻ്റെ വണ്ടിക്ക് പറ്റിയാലും കുഴപ്പമില്ല. പ്രകൃതിനെ നമ്മൾ സ്നേഹിക്കണം എന്നാണല്ലോ. അതുകൊണ്ട് ആ ചെടികൾക്കൊന്നും പറ്റാതിരുന്നാൽ മതിയാണ്. എവിടെയാണ് ഇപ്പോൾ വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുള്ളൂ. നമുക്ക് സമയമൊന്നും ഇതുവരെ പോകുന്നില്ല. ഇത് ഓടിക്കാനും നല്ല രസമുണ്ട്. പെട്രോൾ പമ്പ് എത്തി ഗൈസ്. പെട്രോൾ അടിക്കാൻ കാശില്ല. നമുക്കൊന്ന് കയറി നോക്കാം. എവിടെയാണ്? ഇതാ കാശ് 000. യൂസ് മണി നോക്കിയിട്ട് വരുന്നില്ല. അപ്പൊ നമുക്ക് സ്ഥലം വിടാം. സ്ഥലം വിട്ട് കഴിഞ്ഞാൽ വേഗം സ്ഥലം വിടണം. പിന്നില് അമ്മയും ഉമ്മയൊക്കെ സംസാരിക്കണ വോയിസ് കേൾക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങളൊന്ന് റിജക്ട് ചെയ്ത് വിടുക. അതൊന്ന് ഒഴിവാക്കൂലോ നിങ്ങൾ. എൻ്റെ വീഡിയോസ് കാണാൻ വേണ്ടി അതെങ്കിലും നിങ്ങൾ ചെയ്യണം ഗൈസ്. അപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങോട്ട് നമുക്ക് പുതിയ ആളിനെ ഇങ്ങോട്ട് എടുത്തിട്ട് സെറ്റായിട്ട് വരാം. കുറച്ച് ലാഗിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ട് ഗൈസ്. അതുകൊണ്ട് പരമാവധി നിങ്ങളൊന്ന് സഹകരിച്ച് കാണുക. വണ്ടി പോകുന്നില്ല. സ്പീഡിലങ്ങോട്ട് പോട്ടെ. ഇനി നമ്മളൊന്നും നോക്കുന്നില്ല. പടച്ചങ്ങോട്ട് വിടുകയാണ് ഗൈസ്. വണ്ടി ഇടിക്കുന്നുണ്ട്. അതൊന്നും ഒരു വിഷയമല്ല. നമുക്കതൊന്നും ഒരു വിഷയമല്ല ഗൈസ്. നമ്മുടെ മുമ്പിലുള്ള മറ്റേ വണ്ടിയില്ലേ, നമ്മുടെ മരക്കാരൻ, അതെങ്ങനെ ഇവിടെ എത്തി? അവിടെ നമ്മളെ പറ്റി നമ്മൾ പെട്രോള് നമ്മൾ ഹോട്ടലിൽ കയറിയ സമയം ഇങ്ങോട്ട് എത്തിയിട്ടുണ്ടാവും. അയാളുടെ നമുക്കൊന്ന് തള്ളിപ്പോടാ. അയാളുടെ നമ്മൾ വെട്ടിച്ചിരിക്കുന്നു ഗൈസ്. അവനെ വെട്ടിച്ചാൽ മതി. വേറെ ആരും വെട്ടിക്കണ്ട. അയ്യോ, പെട്രോൾ കൊണ്ടുപോകണമല്ലേ. എൻ്റെ അടുത്ത് കൊണ്ടാൻ നിൽക്കണ്ട. പക്ഷെ മുട്ടി വേഗം. ഇതെന്ത് സ്ഥലത്തുണ്ടല്ലോ. പെർ ഹവറിൽ 4 കിലോമീറ്ററിൽ പെർ ഹവറാണ് ഞാൻ പോകുന്നത്. പെർ ഹവർ എനിക്കറിയില്ല. ഇപ്പോഴത്തേക്ക് ഞാൻ പോകുന്നത് ഇന്നിപ്പോൾ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞ് എന്ത് പരിപാടിയാണ്. വേഗം പോ. വീണ്ടും ലോഡിങ് മാപ്പ് നമുക്ക് ലോഡ് ചെയ്തിട്ട് കാണാം. ലോഡിങ് മാപ്പ് കഴിഞ്ഞിരിക്കുന്നു. ഒരു പരസ്യം നമ്മുടെ മൊബൈൽ ലോഡായിരിക്കുന്നു. നമ്മുടെ പരസ്യം നമുക്ക് ഒഴിവാക്കി വിടാം. അപ്പോൾ വീണ്ടും അടുത്ത സംഭവം. എന്തൊക്കെയാണ്? ഇതാണ് എനിക്ക് ഈ മാലിയോന്റെ കാര്യത്തിൽ ഇഷ്ടമില്ലാത്തത്. അപ്പോൾ ഞാൻ തീരുമാനിച്ചു ഇന്നത്തേക്ക് ഇത്ര മതി. ഇനി നാളെ നമുക്ക് കാണാം.
അപ്പോൾ ഗൈസ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. പിന്നെ നമ്മുടെ വണ്ടിയുടെ കോലം ഇത്രയ്ക്കായി 65 നോട്ട് ഗുഡാണ് ഗൈസ്. നമുക്ക് കരിയർ മോഡും ടൂർ മോഡൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കണം. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. എന്തോ ചെളി പിടിച്ച് നല്ല അസലായി ചെളി പിടിച്ച് നിൽക്കുന്നുണ്ട്. പക്ഷേ വണ്ടിക്കാരനൊരു കൂസലില്ലാണ്ടിരിക്കുന്നുണ്ട്. വണ്ടിക്കാരനെ കൊടുക്കണം. പിന്നെ 2 ചാട്ടിനും ചേച്ചിമാരും നിൽക്കുന്നുണ്ട് ഗൈസ്. അതായത് ഒരു പരസ്യമാണ്. അത് നമ്മുടെ ഗ്യാരേജിൻ്റെ മുമ്പിൽ കൊണ്ടുപോയി മാത്രമേ അവർക്ക് ഒട്ടിക്കാൻ പറ്റുള്ളൂ. പിന്നെ റമ്മി അതെല്ലാവർക്കും അറിയാം. പക്ഷേ ബസ് സിമുലേറ്റർ ഇന്ത്യൻ ഇഷ്ടം. പോസ്റ്റർ കുഴപ്പമില്ല. വേഗം 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 ഈ സപ്പ് ഇത്രയ്ക്കുള്ള വീഡിയോ. ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. The end.